ഹായ് ഓൾ നമ്മുടെ മറ്റൊരു പുതിയ ഒരു വീടിൻ്റെ പ്ലാൻ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ പരിചയപ്പെടാൻ പോകുന്ന വീടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഹൈലി ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു പ്ലാനുകളാണ്. അതായത് ഏകദേശം 3 ബെഡ്റൂമും അതിൻ്റെ കൂടെ തന്നെ 2130 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു പ്ലാനാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഈ പ്ലാൻ തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്ലോട്ട് ഏരിയ എന്ന് പറയുന്നത് 19 മീറ്റർ നീളവും അതുപോലെ തന്നെ 18 മീറ്റർ വീതിയും. മിനിമം റിക്വയർമെൻറ്റ്, അതായത് മിനിമം നമുക്ക് ഇത്രയും പ്ലോട്ട് ഏരിയ ആവശ്യമുണ്ട് ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട്. ലക്ഷൂറിയസ് എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിളാണ്. ഒരു 17 to 20 ലാക്സിൻ്റെ ഉള്ളിൽ നമുക്ക് പണിത് തീർക്കാവുന്ന ഒരു വീട് തന്നെയാണ്. ലക്ഷൂറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ അല്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. സോ ഇത് നമുക്ക് അഫോർഡബിളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു നല്ല ഒരു ലക്ഷൂറിയസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്പേഷ്യസ് അതുപോലെ തന്നെ ഡിസൈൻ എല്ലാം തന്നെ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിതിന് നൽകിയിരിക്കുന്ന ഡിസൈനുകൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ ഒരു 3 ബെഡ്റൂമാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2130 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിന് മൊത്തം ആവശ്യമായിട്ടുള്ള ഈ ഒരു വീടിന് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൻ്റെ മെയിൻ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു മുൻവശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വരാന്ത. അതിമനോഹരമായിട്ട് തന്നെയാണ് നമ്മളൊരു വരാന്തയും അതിൻ്റെ നടുവിലായിട്ട് ഒരു കാർ പോർഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വരാന്ത എന്ന് പറയുന്നത് വീടിൻ്റെ മുൻവശം മുഴുവനായിട്ട് നമുക്കൊരു വരാന്ത കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വരാന്ത അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു വരാന്ത നൽകിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഇത്രയും പോർഷന് വേണ്ടി മാത്രം നൽകിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 5 മീറ്റർ 50 സെൻറ്റിമീറ്റർ നീളവും വീതി എന്ന് പറയുന്നത് 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പോർഷൻ ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരാന്തയുടെ മറ്റൊരു പോർഷൻ എന്ന് പറയുന്നത് 6 മീറ്റർ 75 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ തന്നെ 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ വീതിയുമുള്ള മറ്റൊരു പോർഷൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിച്ചിരിക്കുന്നു. പിന്നീട് മൂന്നാമത് വരുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 5 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയുമുള്ള മറ്റൊരു പോർഷൻ. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ ഒരു വരാന്ത നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വരാന്തയുടെയൊക്കെ മുൻവശത്ത് നമുക്ക് കാണാം നല്ല അതിമനോഹരമായിട്ടുള്ള പില്ലറുകൾ കൊണ്ട് നമ്മൾ ഈ വരാന്തയ്ക്ക് കുറച്ചുകൂടെ ഭംഗി നൽകിയിരിക്കുന്നു. പിന്നെ നമുക്ക് കാണാം ഈ ഒരു കാർ പോർച്ച്, നമ്മൾ ഏറ്റവും നടുവിലായിട്ട് നൽകിയിരിക്കുന്ന ഈ ഒരു കാർ പോർച്ച് തന്നെയാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ വീതി നമ്മൾ നൽകിയിരിക്കുന്നത് 3 മീറ്റർ 75 സെൻറ്റിമീറ്ററാണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്ന വീതി എന്ന് പറയുന്നത്. ഇതിൻ്റെ നീളം 4 മീറ്റർ 50 സെൻറ്റിമീറ്റർ നീളവും നമ്മൾ ഈ പോർച്ച് നൽകിയിരിക്കുന്നു. സോ അതായത് ഒരു സെഡാൻ കാറെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം റിക്വയർമെൻ്റ് ആയിട്ടുള്ളൊരു അതിവിശാലമായിട്ടുള്ളൊരു പോർച്ച് തന്നെയാണ് നമ്മളിതിന് നൽകിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഈ ഒരു വരാന്തയിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു ഫോയർ, നമ്മളൊരു വലിയ വീടുകൾക്ക് നമ്മൾ നൽകി പോരുന്ന ഒരു ഫോയർ, അതായത് അതിവിശാലമായിട്ടുള്ളൊരു ഫോയർ തന്നെ. ഏകദേശം 3 മീറ്റർ 30 സെൻറ്റിമീറ്റർ വീതിയും 2 മീറ്റർ 75 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഫോയർ നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. ഈ ഫോയറിൽ നിന്ന് നമ്മൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഫോയറിൽ നിന്ന് 2 എൻട്രൻസ്, അതായത് ഒന്ന് എൻട്രി ഒന്ന് എക്സിറ്റ് എന്ന് ഉള്ള രീതിയിലുള്ള, അതായത് 2 ഓപ്പണിങ്സ് 2 ഡോർസ് ഉള്ള ഒരു ലിവിങ് റൂം നമ്മൾ ഈ ഫോയറിന് തൊട്ട് സൈഡിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഈ ലിവിങ് റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3 മീറ്റർ നീളവും അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് 2 മീറ്റർ 60 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ലിവിങ് റൂം നമ്മൾ ഈ ഫോയറിന് തൊട്ട് സൈഡിലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നീട് നമ്മൾ ഈ ഫോയറിൽ നിന്ന് തൊട്ട് ഇപ്പുറം കിടക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ തൊട്ട് മുൻവശത്തായിട്ട് നമ്മളൊരു ഡൈനിങ് ഏരിയ, സെപ്പറേറ്റ് റൂം അല്ലാതെ ഒരു ഡൈനിങ് ഏരിയ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഏകദേശം 5 മീറ്റർ നീളം, ഈ ഒരു നീളം എന്ന് പറയുന്നത് 5 മീറ്ററും ഈ ഒരു വീതി എന്ന് പറയുന്നത് 2 മീറ്ററും, ഏകദേശം 6 to 8 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ ഇടാൻ പാകത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോയറിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മളൊരു ബെഡ്റൂം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് നമ്മൾ നൽകിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 3 മീറ്റർ 60 സെൻറ്റിമീറ്റർ നീളം, ഈ ഒരു വീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 3 മീറ്റർ 75 സെൻറ്റിമീറ്റർ നീളത്തോട് കൂടിയിട്ടുള്ള ഒരു വലിയ ഒരു ബെഡ്റൂം, അതായത് മാസ്റ്റർ ബെഡ്റൂം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു ബെഡ്റൂം. അതായത് എല്ലാ ബെഡ്റൂംസും അതിവിശാലമായിട്ട് തന്നെയാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഒരു ഡ്രസ്സ് ഏരിയ, നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ഡ്രസ്സ് ഏരിയ നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ്.
ഈ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 മീറ്റർ നീളവും, ഈ ഒരു നീളം എന്ന് പറയുന്നത് 2 മീറ്ററും 1 മീറ്റർ 45 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ടോയ്ലറ്റ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിനായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ മറ്റൊരു ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ, അതായത് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നുള്ള എൻട്രി എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ കിടക്കുന്നു. ഈ ഒരു ബെഡ്റൂമിനായിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് 3 മീറ്റർ 60 സെൻറ്റിമീറ്റർ ഈ ഒരു വീതിയും, അതുപോലെ തന്നെ ഈ ഒരു നീളം എന്ന് പറയുന്നത് 4 മീറ്റർ നീളത്തോടു കൂടിയുള്ള ഒരു ബെഡ്റൂമും, അതുപോലെ തന്നെ ഈ ഡ്രസ്സിനായിട്ടുള്ള ഒരു പോർഷൻ നമ്മളിവിടെ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് 2 മീറ്റർ നീളവും, അതുപോലെ തന്നെ 1 മീറ്റർ 45 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ടോയ്ലറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ മറ്റൊരു, അതായത് മൂന്നാമതായിട്ടുള്ളൊരു ബെഡ്റൂമിലേക്ക് കിടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളുടെ സ്റ്റെയർ കേസിൻ്റെ എൻട്രി. അപ്പോൾ അതുകൊണ്ട് സ്റ്റെയർ കേസിൻ്റെ താഴെ ഒരു ഡോർ നമ്മൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് നൽകിയിരിക്കുന്നു. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് നമ്മൾ നൽകിയിരിക്കുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മീറ്റർ 60 സെൻറ്റിമീറ്റർ ഈ ഒരു നീളവും, അതുപോലെ തന്നെ 3 മീറ്റർ 50 സെൻറ്റിമീറ്റർ വീതിയോട് കൂടിയിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമ്മളിവിടെ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നമ്മൾ നൽകിയിരിക്കുന്ന അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2.30 നമ്മൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം വീതി എഴുതാം. അതായത് ഏകദേശം 1 മീറ്റർ 50 സെൻറ്റിമീറ്റർ നീളവും, വീതിയും, നീളം എന്ന് പറയുന്നത് 2 മീറ്റർ 30 സെൻറ്റിമീറ്റർ, അതായത് വളരെ വലിയ ഒരു ടോയ്ലറ്റാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ ഒരു കിച്ചണിലേക്കുള്ള ഒരു സിമ്പിൾ എൻട്രി, അതായത് സിമ്പിളായിട്ടുള്ളൊരു എൻട്രിയാണ് നമ്മൾ ഈ ഒരു കിച്ചണിലേക്ക് നമ്മൾ നൽകിയിരിക്കുന്നത്. സോ ഈ ഒരു കിച്ചണിൻ്റെ എൻട്രി എന്ന് പറയുന്നത്, സൈസ് എന്ന് പറയുന്നത് 3 മീറ്റർ 15 സെൻറ്റിമീറ്റർ ഈ ഒരു വീതിയും, അതുപോലെ തന്നെ ഈ ഒരു നീളം എന്ന് പറയുന്നത് 3 മീറ്റർ 65 സെൻറ്റിമീറ്റർ നീളത്തോട് കൂടിയിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഒരു കിച്ചൺ നമ്മളിവിടെ നൽകിയിരിക്കുന്നു. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് എൻട്രി എടുക്കുന്നത് ഇവിടെ ഒരു വർക്ക് ഏരിയ, ഈ ഒരു വർക്ക് ഏരിയയിലേക്ക്. സോ വർക്ക് ഏരിയയ്ക്ക് നമ്മൾ നൽകിയിരിക്കുന്ന വീതി എന്ന് പറയുന്നത് കിച്ചണിൻ്റെ അതേ വീതി തന്നെ, അതായത് 3 മീറ്റർ 15 സെൻറ്റിമീറ്റർ ഈ ഒരു വീതിയും, നീളം എന്ന് പറയുന്നത് 3 മീറ്റർ. അത്യാവശ്യം വലിയ ഒരു വർക്ക് ഏരിയ തന്നെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇവിടെ ഈ ഒരു വർക്ക് ഏരിയ സൈഡിലായിട്ട് നമ്മളൊരു വരാന്ത നമ്മളിവിടെ നൽകിയിരിക്കുന്നു. ഏകദേശം 1.5 മീറ്ററോളം ഇതിൻ്റെ വീതിയും, പിന്നീട് 3.5 മീറ്റർ 3 മീറ്റർ നീളവും വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വരാന്തയും, ഇത് നമ്മളുടെ എലിവേഷന് കുറച്ച് ഭംഗി നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണം കൂടിയാണിത്. സോ ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് എലിവേഷൻ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. സോ വലിയ വീടുകൾ, അതായത് നല്ല ഒരു 20 lakhs താഴെ നമുക്ക് വീടുകൾ വെക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്ലാൻ തന്നെയാണ് ഇത്. സോ മിക്കവാറും ആളുകൾക്ക് ഈ പ്ലാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ കണ്ടവർക്ക് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.